പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലെ ആദ്യത്തെ ദിവസവും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് ഖുതുബയിലുടനീളം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് ഏതാ? നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സൗകര്യങ്ങളോ വാഹനങ്ങളോ വീടോ അതൊന്നുമല്ല. ഏറ്റവും വലിയ നിഅമത്ത് അൻ-നിഅമത്തുൽ ഉളുമാ ഹുവ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ നിഅമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആദ്യമായി ആ നിഅമത്ത് ഉപയോഗപ്പെടുത്താൻ അവസരം കിട്ടിയിരുന്നത് മക്കക്കാർക്കായിരുന്നു. പക്ഷേ അവർ ആ നിഅമത്ത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയില്ല. മക്കയിലല്ലേ നബി തങ്ങളുടെ ജനനം. പക്ഷേ മക്ക ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഏറ്റവും വലിയ നിഅമത്തിനെ ഉപയോഗപ്പെടുത്താതിരുന്നപ്പോൾ ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ മദീനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ദാലിക ബിഅന്നല്ലാഹ ലം യകുൻ മുഗയ്യിറൻ നിഅമതൻ അൻഅമഹ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തിന് അള്ളാഹു ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്ത് ആ അനുഗ്രഹത്തെ അള്ളാഹു അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ അത് ആ നാട്ടുകാർ മാറിയത് കൊണ്ടാണ്. ആ നാട്ടുകാർ ആ നിഅമത്തിന് ശുക്ർ ചെയ്യാത്തത് കൊണ്ടാണ് ആ നാട്ടുകാർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള നിഅമത്ത് നേരെ മാറ്റുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറയാ, ഏതാണ് ആ നിഅമത്ത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്തും മിനല്ലാഹി അലാ അഹ്ലി മക്ക. മക്കക്കാർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നിഅമത്തായിരുന്നു അവരെ നാട്ടിൽ നബിതങ്ങളെ ജനിപ്പിച്ചു എന്നത്. പക്ഷേ മക്കയിലെ ഖുറൈശികൾ നബിതങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം, നബിതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം, നബിതങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം കൊടിയ ശത്രുക്കളായി മാറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ ആ നിഅമത്തിനെ ഇലൽ അൻസാർ, മദീനയിലെ അൻസാറുകളിലേക്ക് മാറ്റി. അപ്പൊ നബിതങ്ങളാണ് ഏറ്റവും വലിയ നിഅമത്ത്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇനിയും എത്രയോ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഅമത്തുല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്ത് എന്ന് പരിചയപ്പെടുത്തിയത് കാണാം. എന്തിനേറെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ ഏറ്റവും അവസാനത്തെ ആയത്ത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെപ്പറ്റി, അനുഗ്രഹങ്ങളെപ്പറ്റി നാളെ റബ്ബിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ആ ആയത്തിന് മുഫസ്സിരീങ്ങൾ പലതരം വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങളെ പറ്റിയാണ് അല്ലാഹു ചോദ്യം ചെയ്യുക, സമ്പത്തിനെ പറ്റിയാണ് ചോദ്യം ചെയ്യുക, വെള്ളത്തിനെ പറ്റിയാണ് ചോദ്യം ചെയ്യുക, ആരോഗ്യത്തെ പറ്റിയാണ് ചോദ്യം ചെയ്യുക. അങ്ങനെ പല തഫ്സീറും മഹാന്മാർ കൊടുത്തിട്ടുണ്ടെങ്കിലും തഫ്സീറുർ റാസിയിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരു ചെറിയ സംഭവം പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് അൽ ബാഖിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെടുന്ന പ്രധാനിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ജാബിർ അൽ ജുഅഫി. മഹാനവർകൾ വന്നിട്ട് ഉസ്താദായ മുഹമ്മദുൽ ബാഖിർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ നിങ്ങളോട് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ ചോദിക്കൂ എന്നുള്ള ഖുർആനിൽ പറഞ്ഞില്ലേ? ഏതാണ് ആ നിഅമത്ത്? അതിന് പലതരം തഫ്സീറാണല്ലോ മഹാന്മാർ കൊടുത്തു കാണുന്നത്. വെള്ളത്തെ പറ്റിയാണ് ആ പറഞ്ഞത്, അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയാണ് ആ പറഞ്ഞത്, സൗകര്യത്തെ പറ്റിയാണ് ആ പറഞ്ഞത് എന്ന് പലതരം തഫ്സീറുകൾ കാണുന്നുണ്ടല്ലോ. എന്താണ് ഉസ്താദേ നിങ്ങളുടെ അഭിപ്രായം? അന്നേരം മുഹമ്മദ് അൽ ബാഖിർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വളരെ പ്രശസ്തമായ ഒരു മറുപടിയുണ്ട്. എൻ്റെ അഭിപ്രായ പ്രകാരം അത് ദുന്യവിയായ സൗകര്യങ്ങളെ പറ്റിയുള്ള ചോദ്യമൊന്നുമല്ല. കാരണം നീ ആലോചിച്ചു നോക്ക്, നീ ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി, എന്നിട്ട് അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. കുറച്ചു നേരം ചൂടൊന്നും ഏൽക്കാതെ നിന്റെ വീട്ടിൽ ഫാനെല്ലാം ഇട്ട് കൊടുത്തിട്ട് വിശ്രമിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഒരു ചെറിയ സൗകര്യം ഒരു മനുഷ്യനിക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അയാളെ കാണുമ്പോൾ നീ അയാളോട് അതിനെപ്പറ്റി ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ചോദിക്കുമോ, ഞാനല്ലേ പണ്ട് നിനക്ക് വെള്ളം തന്നത്, ഞാനല്ലേ എൻ്റെ വീട്ടിൽ കുറച്ചു നേരം താമസിക്കാൻ നിനക്ക് സൗകര്യം ചെയ്തു തന്നത്? മാന്യതയുള്ളവർ അങ്ങനെ ചോദിക്കുമോ? ചോദിക്കൂലല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമു മിൻ അൻ യുത്ഇമഹു വയുസ്ഖിയഹു സുമ്മ യസ്അലുഹു അൻ. ഒരു മനുഷ്യനിക്ക് വെള്ളം കൊടുക്കുക അല്ലാഹു തആല, ഭക്ഷണം കൊടുക്കുക അല്ലാഹു തആല, സൗകര്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ അള്ളാഹ് അങ്ങനെ ചോദ്യം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ മാന്യനാണ്. അപ്പൊ അതുകൊണ്ട് ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള നിയമത്തിന്റെ ഉദ്ദേശം വെള്ളം തന്നതിനെ പറ്റിയോ ഭക്ഷണം കഴിച്ചതിനെ പറ്റിയോ ചോദിക്കുന്നല്ല. പിന്നെന്താണ് ആ നിഅമത്ത്? അൻ-നഈമു ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ള ആ നിഅമത്ത് അത് സയ്യിദുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലാണ് ആ ഏറ്റവും വലിയ നിഅമത്ത്. ആ നബിതങ്ങളെ പറ്റി നിങ്ങളോട് ചോദിക്കും. എത്ര കണ്ട് നിങ്ങൾ നബിതങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ചോദിക്കും. തങ്ങൾക്ക് വേണ്ടി എത്ര സ്വലാത്തു ചൊല്ലി നിങ്ങളോട് ചോദിക്കും. തങ്ങളെ ശരീഅത്തിന് നിങ്ങൾ എത്ര കണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കും. ആ തങ്ങൾക്ക് നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള മദ്ഹിലൂടെയും മൗലിദിലൂടെയും ബഹുമാനങ്ങൾ കൽപ്പിച്ചു എന്ന് നാളെ നിങ്ങളോട് ചോദിക്കും. അതാണ് നിഅമത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് അതിന് തെളിവായിട്ട് മഹാനവറുകൾ ആയത്തോതുന്നുണ്ട്. ഖുർആനിലെ ആയത്ത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റസൂലിനെ അയച്ചു തന്നു എന്നതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ആ നിഅമത്താണ് നിങ്ങളോട് നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്ത്. അല്ലാതെ വെള്ളം കുടിച്ചതിനെ പറ്റിയോ ഭക്ഷണം കഴിച്ചതിനെ പറ്റിയോ അല്ല എന്ന് മുഹമ്മദ് അൽ ബാഖർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത് തഫ്സീറുർ റാസിയിൽ കാണാം. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് അത് നബിതങ്ങളാണ്. ആ നബിതങ്ങളെ പറ്റി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ മറുപടി കൊടുക്കണമെങ്കിൽ തങ്ങളെ വേണ്ടതുപോലെ പരിഗണിക്കണം, ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസത്തിൽ എന്തിനാണ് ഇങ്ങനെ മീലാദ് കഴിക്കുന്നതെന്ന് വലിയ ചോദ്യവുമായി ആളുകൾ വരുമ്പോൾ അതിനൊരു മറുപടിയുള്ളൂ. റബീഉൽ അവ്വൽ മാസത്തെങ്കിലും ഞങ്ങൾ നബിതങ്ങളെ പറ്റി നേരെ ചെവി ഒന്ന് പഠിച്ചോട്ടെ, തങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ. അതല്ലേ ഈ റബീഉൽ അവ്വൽ കൊണ്ട് നടക്കുന്നത്. കുട്ടികളുടെ പരിപാടികളും മൗലിദും മറ്റു സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നബിതങ്ങളെ മദ്ഹ് ഇങ്ങനെ പറയുകയും പാടുകയും ചെയ്യുമ്പോൾ നബിതങ്ങളെ കൂടുതൽ കൂടുതൽ നമ്മൾ അടുത്ത് അറിയുകയാണ്. ഏറ്റവും വലിയ നിഅമത്തായ നബിതങ്ങളെ നമ്മൾ അടുത്തറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ തന്നിട്ടുള്ള നിയമത്തുകളൊക്കെ താൽക്കാലികമാണ്. ആ നിയമത്തുകൾക്കൊന്നും നിലനിൽപ്പില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ അല്ലദീ ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റാ, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുഫറാക്കി മാറ്റിമറിച്ചവർ എന്ന ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തും പറഞ്ഞിട്ടുള്ളത് നിഅമത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ നിഅമത്ത് അത് മുഹമ്മദ് നബി തങ്ങളാണ്. അപ്പൊ ആ നബിതങ്ങളാകുന്ന നിഅമത്തിനെ കൈവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം. നബിതങ്ങളെ എത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുവോ പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ ഈമാൻ കൂടും, നമ്മുടെ തഖ്വ കൂടും, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ അത് മതി. നിങ്ങളൊക്കെ മിഷ്കാത്ത് ഓതിയ കുട്ടികളാണ്. ആ മിഷ്കാത്തിൽ തന്നെ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു ഹനീഫ ഗോത്രത്തിലേക്ക് ഒരു പട്ടാളത്തെ പറഞ്ഞയച്ചപ്പോൾ ആ പട്ടാള തലവനായ സുമാമത്ത് ബിൻ ഉസാൽ മഹാനവറുകളെ സ്വഹാബത്ത് യുദ്ധത്തിൽ തടവുകാരനായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പള്ളിയിലെ ഒരു തൂണിൽ കെട്ടിയിട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വരുമ്പോഴെല്ലാം തൂണിയിൽ ബന്ധിക്കപ്പെട്ട് കാണുന്ന സുമാമയോട് ചോദിക്കും, മാ ഇൻദക സുമാമ, എന്താ സുമാമത്തെ വിശേഷങ്ങൾ? അന്നേരമൊക്കെ സുമാമത്തിന് ഒറ്റ മറുപടിയുള്ളൂ, നബിയെ. നബിയെ അന്ന് വിളിക്കൂല, അന്ന് മുഹമ്മദിനെ വിളിക്കുള്ളൂ, മുസ്ലിം ആയിട്ടില്ലല്ലോ. മുഹമ്മദേ, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോ, പക്ഷേ എൻ്റെ ചോരക്ക് പകരം ചോദിക്കാൻ ആളുകളുണ്ട്. എന്നെ കൊല്ലാതെ നീ നിഅമത്ത് ചെയ്ത് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ വെറുതെ വിട്ടോ, ഞാൻ വലിയ നന്ദിയുള്ള ആളാണ്, വലിയ ഉപകാരം എന്നെ കൊണ്ട് നിനക്ക് ലഭിക്കാനുണ്ട്. അല്ല, നീ എന്നെ ഒരുപാട് സമ്പത്ത് കിട്ടിയിട്ട് വേണം മോചിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സമ്പത്ത് നിനക്ക് സംഘടിപ്പിച്ചു തരാം, എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന ഒരു മറുപടി മാത്രമേ സുമാമ റളിയല്ലാഹു അൻഹുവിനുള്ളൂ. 3 ദിവസം ഇങ്ങനെ നബിതങ്ങൾ ചോദിക്കുകയും അതേപോലെ മറുപടി പറയും, വേറൊരു മറുപടി മാറ്റി പറയുന്നില്ല, ഇതേ മറുപടിയെ സുമാമക്കുള്ളൂ. 3-ാം ദിവസം നബിതങ്ങൾ പറഞ്ഞു, അത്ലിഖൂ സുമാമ, സുമാമന്റെ കയറൂരി വിട്ടേക്ക്, കെട്ടയിച്ചു വിട്ടേക്ക്, സുമാമ പോവട്ടെ. മഹാനവറുകൾ എവിടേക്കാ പോയത്? നേരെ പള്ളിയുടെ മുമ്പിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ചെന്ന് കുളിച്ച് വൃത്തിയായി നബിതങ്ങളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് ഉച്ചരിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിതങ്ങളെ 63 കൊല്ലം തുടർച്ചയായി അനുധാവനം ചെയ്ത് നബിതങ്ങൾ അനുഭവിച്ച ആളല്ല. വെറും 3 ദിവസം നബിതങ്ങൾ അനുഭവിച്ചപ്പോഴത്തേക്കും മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറയുന്നൊരു വാക്കുണ്ട്, അതാണ് ഏറ്റവും പ്രസക്തം. മഹാനവറുകൾ പറയാ, മാകാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്, നബിയെ, എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള ഏറ്റവും വിദ്വേഷമുള്ള ഒരു ആളായിരുന്നു തങ്ങൾ. പക്ഷേ ഈ സമയം മുതൽ തങ്ങളുടെ ശരീരവും തങ്ങളുടെ മുഖവും തങ്ങളാണ് എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനായി മാറിയിരിക്കുന്നത് എന്ന് 3 ദിവസത്തെ അനുഭവം കൊണ്ട് മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു പറയണമെങ്കിൽ
നബിതങ്ങളെ പറ്റി കൂടുതൽ പഠിക്കേണ്ട, കുറച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആ നബിതങ്ങളുടെ വില നമുക്ക് മനസ്സിലാകും, അവിടുത്തെ സ്വഭാവം മനസ്സിലാകും, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് നബിതങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള സുന്നത്തുകൾ കൈവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ഹദീസിൽ തന്നെ എത്രയോ നല്ല നല്ല ദുആകളും ദിക്റുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്. എത്രയോ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, അതൊന്നും പഠിക്കുകയോ അതൊന്നും ജീവിതത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ ഓരോ വാട്സപ്പിൽ കാണുന്ന എവിടെയെങ്കിലും ചില ഗരീബായ കിതാബിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, അതിങ്ങനെ പ്രചരിക്കുകയും അതിങ്ങനെ ചോദിച്ചടക്കുകയും ചെയ്യാം. അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ദിക്റില്ല, നബിതങ്ങൾ ചോദിക്കാത്ത ഒരു ഖൈറില്ല. എല്ലാം നബിതങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാതെ പോകുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. കിതാബുൽ അദ്കാർ, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ മാത്രം ജമ്മ് ചെയ്തിട്ട് മഹാനായ ഇമാം നവവി തങ്ങൾ ഒരു വലിയ ഗ്രന്ഥം തന്നെ രചിക്കണമെങ്കിൽ എത്ര ഉണ്ടാവും അപ്പം അതിൻ്റെ പ്രാധാന്യം. അപ്പം അതുകൊണ്ട് നബിതങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നബിതങ്ങളെ ജീവിതത്തിൽ മാതൃകാ പുരുഷനാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ റബീഉൽ അവ്വൽ നാം പ്രധാനമായും കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ